ടിനി ടോമിൻ്റെ മകൻ്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം മുതൽ വലിയ ചർച്ചയായിരുന്നു. കഞ്ചാവ് കൈവശം വെച്ച കേസിലായിരുന്നു ആദമിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആദമിനെയും 2 സുഹൃത്തുക്കളെയും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ക്ഷണനേരം കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആദമിൻ്റെ അറസ്റ്റ് ചർച്ചയായത്. മകന് നേരത്തെ സിനിമയിൽ അവസരം ലഭിച്ചിരുന്നുവെന്നും ലഹരി പേടിച്ച് അത് സ്വീകരിച്ചില്ലെന്നും നേരത്തെ ടിനി ടോം തുറന്നു പറഞ്ഞിരുന്നു. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വേദിയിലെ പ്രസംഗം വീണ്ടും ചർച്ചയായിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു അദ്ദേഹം. എന്നിട്ടും മകനെ നേർവഴിയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേയെന്നായിരുന്നു ചോദ്യങ്ങൾ. മകനെ പിന്തുണച്ച് ടിനി ടോം കഴിഞ്ഞ ദിവസം കുറിപ്പ് പങ്കുവച്ചിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മകന് ലഭിച്ച സർട്ടിഫിക്കറ്റും ഫലകവും ചേർത്തായിരുന്നു കുറിപ്പ്. നിന്റെ നേട്ടത്തിന് അഭിനന്ദനങ്ങൾ മകനെ, നീ എന്നും എൻ്റെ ഹീറോയാണെന്നുമായിരുന്നു അദ്ദേഹം എഴുതിയത്. സങ്കീർത്തനം 91. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. മറ്റുള്ളവൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ. ഏത് കുരിശിനും 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. കാലം എല്ലാം തെളിയിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ അപ്പൻ ഉണ്ടടാ കൂടെ എന്നായിരുന്നു കുറിപ്പ്. നിമിഷനേരം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായി മാറിയത്. മകൻ്റെ അറസ്റ്റ് ചർച്ചയായി മാറിയപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സമയത്ത് അവനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഒരു രക്ഷിതാവിൻ്റെ വേദന മനസ്സിലാവും. തെറ്റ് ആർക്കും സംഭവിക്കാം. ആരും പെർഫെക്റ്റ് അല്ല ഇവിടെ. അത് മനസ്സിലാക്കി തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. ക്ഷമയോടെ കാത്തിരിക്കൂ. സത്യം എന്താണെന്ന് പുറത്തു വരട്ടെ. അവൻ്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നില്ല. നിങ്ങളൊരു നല്ല അച്ഛനാണ്. ആദമിന് അങ്ങനെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല. ഇത് കുറേ നാൾ മുൻപ് നടന്ന പരിപാടിയുടേതല്ലേ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. ഇന്നലെയാണ് അവന് കോളേജിൽ നിന്നും ഇത് കിട്ടിയത്. അതിൽ സംശയിക്കരുതെന്നായിരുന്നു ടിനിയുടെ മറുപടി. നിങ്ങളാണ് അപ്പൻ. അവനോടൊപ്പം നിൽക്കൂ. മറ്റുള്ളവർ പറയുന്നത് വിട്ടേക്ക്. എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. തെറ്റ് ആർക്കും സംഭവിക്കാം. എന്നാൽ അത് തരണം ചെയ്ത് തെറ്റുകൾ തിരുത്തുവാൻ പഠിപ്പിച്ചു കൊടുക്കുക. തെറ്റ് മനസ്സിലാക്കി മാറാൻ മോനും പ്രാപ്തനാകട്ടെ. പണമോ പ്രശസ്തിയോ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾക്ക് ഒരു പരിഹാരമാകില്ല. മകനെ ചേർത്ത് നിർത്തി നന്മയിൽ കൂടെ നടക്കുവാൻ പ്രാപ്തനാക്കുക. എ ഗ്രേഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ലഹരി ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ യൂസ് ചെയ്യാം, ചെയ്തുകൊണ്ടിരിക്കാം. ബട്ട് ചിലപ്പോൾ അറിയാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയതാവാം. ക്യാപ്ഷൻ ഓക്കെയാണ്, കൂടെ ഉണ്ടാവണം. ഇതിലും സത്യം ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുവരണം. അതിന് സപ്പോർട്ട് ചെയ്യണം എന്നൊരാൾ പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലെന്നായിരുന്നു ടിനിയുടെ മറുപടി.